ദേവിക. മൺഡേ നമുക്ക് എല്ലാവർക്കും മാത്സ് എക്സാം ആണല്ലോ. എവിടെ വരെ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ? ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ മാത്സ് സ്റ്റഡി വ്ളോഗുമായിട്ടാണ്. സോ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഞാൻ ഇത്രയും ദിവസം പഠിച്ചിരുന്നത് എഡ്യൂപോർട്ടിൻ്റെ ലൈവ് കണ്ടിട്ടായിരുന്നു. ടൈം ടേബിൾ ഞാൻ അവരുടെ അനുസരിച്ചിട്ടല്ല പോയിരുന്നത്. എനിക്ക് തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ പഠിച്ചത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. പിന്നെ ഞാൻ ഓരോ പാഠം പഠിക്കുമ്പോഴും കൂടുതലായിട്ട് PYQs ആയിരുന്നു ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ നമ്മുടെ പാറ്റേൺ ഒക്കെ മാറി വരുന്നത് കാരണം മാത്സിൽ കൂടുതൽ NCERT ആണ് ചോദിക്കുക എന്നാണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടു നോക്കിയപ്പോൾ ഞാൻ ടിപ്സ് ആയിട്ട് കിട്ടിയത്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത് നോക്കിയത് NCERT ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. PYQനെക്കാട്ടിലും കൂടുതൽ ഞാൻ മാത്സിൽ പ്രിഫർ ചെയ്യുക ഇപ്പോൾ NCERT ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഞാൻ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് മാത്സിന് ഞാൻ വിചാരിച്ചിരുന്നത് കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എക്സാമുകൾ ടഫായി വരുന്ന കാരണം ഞാൻ ഓരോ പാഠവും ബേസ് മുതൽ തന്നെ പഠിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് നേരെ NCERTയിലേക്ക് പോവുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് NCERT ചെയ്ത് നമുക്ക് അതിൽ ബുദ്ധിമുട്ടാവുമല്ലോ ഉണ്ടാവും എന്തായാലും. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ PYQs ചെയ്ത് നോക്കുന്നത്. PYQ ഞാൻ ഓരോ പാഠത്തിൻ്റെ ആയിട്ട് എടുത്തിട്ടല്ല ചെയ്യുന്നത്, ഓരോ വർഷത്തെ അങ്ങനെ തന്നെ എടുത്തിട്ടാണ് ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ എടുത്ത് ഞാൻ ടൈമറൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഫിസിക്സിന് എനിക്ക് ടൈം ജസ്റ്റ് മിസ്സിനായിരുന്നു എൻ്റെ എഴുതി കഴിഞ്ഞത്. അപ്പോൾ അതുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടൈമറൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എക്സാം എഴുതി നോക്കാറ്. എൻ്റെ ഒരു ടൈം ടേബിൾ പ്രകാരം ഞാൻ വെള്ളിയാഴ്ച രാത്രിയോട് കൂടിയിട്ട് എല്ലാ പാഠങ്ങളും ഒരുവിധം പഠിച്ചു തീർക്കുക, എന്നിട്ട് ശനിയും ഞായറും ഫുൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ടൈം ടേബിൾ. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ NCERT ആയാലും PYQ ആയാലും ഞാൻ ഒരുപോലെ പ്രിഫറൻസ് കൊടുക്കും. കാരണം ഞാൻ ഇത്രയും ദിവസം പഠിച്ചത് NCERTക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ രണ്ടും ചെയ്ത് നോക്കാനാണ് പോകുന്നത്. പിന്നെ ഞാൻ ഓരോ പാഠം കഴിഞ്ഞാലും അതിൻ്റെ ഫോർമുലാസൊക്കെ ഞാൻ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ഞാൻ പഠിക്കാതിരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വോളുമ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോയോ അതിൻ്റെ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് നിങ്ങൾക്കായിട്ട് തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് എനിക്ക് പറഞ്ഞു തരാൻ എന്തെങ്കിലും പറയാൻ മറക്കരുതേ. ഞാൻ മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് ഓരോ പാഠങ്ങൾ പഠിക്കേണ്ടത് ടൈം ടേബിൾ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇൻ്റഗ്രൽസും പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയും പഠിച്ചത്. പിന്നെ ഞാൻ അന്ന് പഠിച്ചിരുന്നത് പ്രോബബിലിറ്റിയാണ്. കാരണം എനിക്ക് പ്രോബബിലിറ്റിയുടെ പാഠം 10ാം ക്ലാസ് തൊട്ടേ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെ പഠിച്ചാലും ഞാനത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിന് നല്ലോണം ടൈം എടുത്തിട്ടാണ് പഠിച്ചത് പ്രോബബിലിറ്റി. പിന്നെ ഞാൻ ലാസ്റ്റ് പഠിക്കാൻ വെച്ചിരിക്കുന്ന പാഠങ്ങൾ ഉണ്ടായിരുന്നത് ലീനിയർ പ്രോഗ്രാമിങ്ങും മെട്രിസസും ഡിറ്റർമിനൻസിൻ്റെയും ആണ്. ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. പരീക്ഷകളെല്ലാം ടഫായ കാരണം പഠിക്കുമ്പോൾ പേടിയാണ് കൂടുന്നത്. കാരണം ഇനി എങ്ങാനും ബുദ്ധിമുട്ടായി വരുമോ നമ്മൾ ഇത്രയധികം പഠിച്ച്. അതുകൊണ്ട് എന്ത് പഠിക്കണമെന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ചിലപ്പോൾ PYQ ചെയ്യാൻ തോന്നും, ചിലപ്പോൾ NCERT ചെയ്യാൻ തോന്നും, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തോന്നും. അങ്ങനെയായിരുന്നു പഠിക്കുമ്പോൾ ഒറ്റൊരു ലക്ഷ്യമുള്ളപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്യുക, അതുപോലെ തന്നെ ഒരു പാഠത്തിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്യുക. കാരണം ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നില്ലല്ലോ. ഇമ്പോർട്ടൻ്റാന്ന് പറഞ്ഞ് PYQവിൽ ചോദിച്ചിരുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്കിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനില്ല. സോ നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ മാക്സിമം നോക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ നോക്കുക. അങ്ങനെയാണ് ഞാൻ മാത്സിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിച്ചതും അങ്ങനെയാണ് ഞാൻ ഇതുവരെ പഠിച്ചതും. ഞാൻ ഒരു ചാനൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല ലൈവ് ക്ലാസ്സുകളായാലും ക്ലാസ്സസ് കാണാറ്. കാരണം ഒരു ചാനലിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അടുത്ത ചാനലിൽ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ചാനൽ കാണുമ്പോൾ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ. അത് കാരണം ഞാൻ ഒരു ചാനൽ മാത്രം ഫോക്കസ് ചെയ്യാറില്ല. ചിലർ എന്നോട് ചോദിച്ചിരുന്നു ഏത് ലൈവ് ക്ലാസ്സാണ് കാണാറ്, ഏത് ചാനൽ കാണുന്നതാണ് ബെസ്റ്റ്. നമുക്ക് ഏതാണോ ബെറ്റർ പ്ലാറ്റ്ഫോമായിട്ട് തോന്നുന്നത് അതായിരിക്കും നമുക്ക് കൂടുതലായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും മാക്സിമം നമ്മൾ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ നോക്കുക. എല്ലാ പാഠത്തിലെയും ഫോർമുല നമ്മൾ മറക്കാണ്ട് നോക്കണം. കാരണം എല്ലാ പാഠം കഴിയുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് എഴുതി വെച്ചിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ബ്രേക്ക് എടുത്ത് പഠിക്കാൻ കയറുമ്പോൾ ഈ ഫോർമുലാസൊക്കെ ഞാൻ വായിച്ചിട്ടാണ് ഞാൻ അടുത്ത പാഠത്തിലേക്കായാലും പോവാറുള്ളൂ. ഈ ഫോർമുലാസ് റിവൈസ് ചെയ്യുന്നത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ചില നേരത്തെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫോർമുലാസ് ഒന്നും ഓർമ്മ വരില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ഇതുപോലെ എപ്പോഴും റിവൈസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ.
സോ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.